യോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേമാൻ. ഞാൻ ഒരു യൂട്യൂബ് സ്റ്റാർട്ടർ ആണ്. ഞാൻ നിങ്ങൾക്ക് ബേസിക്കലി ഫൺ വീഡിയോസ്, സയൻസ് പരമായിട്ടുള്ളത്, പിന്നെ ടെക് പരമായിട്ടുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടെക് വാർത്തയായിട്ടാണ് വന്നേക്കുന്നത്. സോ ഒട്ടും തന്നെ ഡിലേ ആക്കണം. നമ്മുടെ ഫസ്റ്റ് ടെക് കണ്ടന്റിലേക്ക് നമുക്ക് പോവാം. സോ ഒന്നാമത്തെ ടെക് കണ്ടന്റ് എന്താന്ന് വെച്ചാൽ, സാംസങ് ഹെഡ് ക്വാർട്ടേഴ്സ് അവരുടെ എംപ്ലോയീസിന് നല്ലൊരു തിരിച്ചടിയാണ് കൊടുത്തേക്കുന്നത്. അത് എന്തെന്നില്ല, ഇത്രയും 10-20 കൊല്ലമായിട്ട് തന്നെ സാംസങ്ങിന് ഇതുവരെ ഒരു പ്രോഫിറ്റിന് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് 2023 പകുതി കഴിഞ്ഞതോടെ തന്നെ സാംസങ്ങിന്റെ പ്രോഫിറ്റ് ഷെയർ 72% താപ്പോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാംസങ്ങിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയേഴ്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. സോ ബേസിക്കലി സാംസങ് എംപ്ലോയീസിന് വീക്കിലി 5 days ആയിരുന്നു വർക്കിംഗ് ടൈം ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 6 days ആക്കിയിട്ടുണ്ട്. അവരുടെ സാറ്റർഡേ ലീവ് അവർ ടോട്ടലി ഒഴിവാക്കിയൊക്കെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് സാംസങ്ങിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സാംസങ്ങിന്റെ എംപ്ലോയീസിന് കുറച്ച് കഷ്ടപ്പാട് ഇനി നേരിടേണ്ട വരും. കാരണം ഹെഡ് ക്വാർട്ടേഴ്സിന് അത്ര പ്രശ്നമാണ് അവർക്ക് വരുന്നത്. നെക്സ്റ്റ് ഞാൻ പറയുമ്പോൾ, നെക്സ്റ്റ് മന്ത് ലോഞ്ച് ചെയ്യുന്ന വിവോയുടെ V30 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ബേസിക്കലി അത് 30,000 റുപ്പീസിന് അണ്ടർ ആയിരിക്കും വരുന്നത്. 0.78 ഇഞ്ചസോട് കൂടി FHD പ്ലസ് ഡിസ്പ്ലേ ഉള്ള ഫോണാണത്. കേവറോട് ആമലോഡ് ആണ് ഓഫ് കോഴ്സ്. പിന്നെ 120 ആണ് ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ്. SLS പഞ്ചോൾ ഡിസ്പ്ലേ ആണ് അതിന് വരുന്നത്. റിയർ ക്യാമറ 2 ഉള്ളൂ, 50+8. പിന്നെ ഫ്രണ്ട് 50 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ 44 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ഗുണമൊന്നും ഇല്ല, 1 മണിക്കൂറൊക്കെ എടുക്കും, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് IP64 റേറ്റിംഗ് ആണ്. സ്പ്ലാഷ് റെസിസ്റ്റന്റ്, ഡസ്റ്റ് റെസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഗൈസിന്റെ പ്രൊസസറാണ്. കാക്കാശിന് കൊള്ളത്തില്ല. ഈ 30,000 രൂപ ബഡ്ജറ്റിനെറ്റ് വേറെ ഇഷ്ടം പോലെ ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിലും നല്ല കിടക്കാശി ഫീച്ചർ വരുന്ന വേറെ ഫോണുണ്ട്, ഇല്ലെന്നല്ല. ഇതൊന്നും കാക്കാശിന് കൊള്ളത്തില്ല. നമുക്ക് ഗെയിമിംഗ് പോലും കളിക്കാൻ നല്ല രീതിയിൽ പറ്റത്തില്ല. പിന്നെ വിവോയും ഒപ്പോടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്മാര് ഹൈ ആയിട്ടായിരിക്കും പ്രൈസ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഫീച്ചറുകളിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന 6th Gen 1 നിന്ന് ഗെയിം പബ്ജിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണൊക്കെ പൊട്ടിത്തെറിക്കുകയും ഗെയിമിനുണ്ട്. സോ എടുക്കാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം. എടുക്കേണ്ടതാണ് എന്റെ ഒപ്പീനിയൻസ്. ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ, MediaTekന്റെ ഒരു പുതിയ ചിപ്സെറ്റ് വരാൻ പോവാണ്. നമ്മുടെ ബഡ്ജറ്റ് ഫോൺസിന് വേണ്ടി മാത്രമാണ് അവർ ഈ ചിപ്സെറ്റ് സെറ്റ് ആക്കിയിരിക്കുന്നത്. അണ്ടർ 10,000 ഫോൺസ്, അണ്ടർ 15,000 ഓഫ് കോഴ്സ്. 120 റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ, പിന്നെ 108 മെഗാ പിക്സൽ ക്യാമറ. ഇത്രയൊക്കെ ഇത് മാക്സിമം സപ്പോർട്ട് ആകത്തുള്ളൂ. അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി C65 5G, അത് ഈ പ്രൊസസറാണെന്നാണ് ലീക്സും റൂമേഴ്സും ഒക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല, നമുക്ക് വരുമ്പോൾ അറിയാം. അത് ഇതേപോലെ തന്നെ 15,000 അണ്ടർ ആയിട്ടുള്ള ഒരു ഫോണാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അത് വരുമ്പോൾ നമുക്ക് നോക്കാം ഈ പ്രൊസസറാണോ വേറെയാണോ എന്താ ബാക്കി കാര്യങ്ങൾ നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ 9 Proയുടെ ലീക്സ് ഇറങ്ങിയിട്ടുണ്ട് വിത്ത് ഇമേജ്. 4th Gen Tensor G4 ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത്. അതിന്റെ അപ്ഗ്രേഡ് വേർഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും. പിന്നെ ട്രിപ്പിൾ റിയർ ക്യാമറ. ഈ പ്രാവശ്യം 9 Proയ്ക്ക് പെരിസ്കോപ്പിക് സൂമും സാറ്റലൈറ്റ് കണക്ഷനും അവൈലബിൾ ആണെന്നാണ് ലീക്സിൽ പറയുന്നത്. നമുക്കറിയത്തില്ല, വരുമ്പോൾ അറിയാം. ഈ ഫോണിന്റെ RAM 16 GB വരെയാണ് മാക്സിമം പോകുന്നത്. അപ്പൊ ബേസിക്കലി എന്തായാലും കിടിലം ഫോണായിരിക്കും. പ്രൊസസർ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയൊക്കെ പെർഫോമൻസ് ഒക്കെ ഫോൺ ആരെയൊക്കെ അൺബോക്സ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്റെ അൺബോക്സ് ചെയ്യാൻ പൈസ ഇല്ല, കുറച്ചുകൂടെ കഴിയണം. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഇൻഹാൻഡ് അറിയിലൊക്കെ കൈ കിട്ടി അൺബോക്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്നത്. എന്റെ റിവ്യൂ ആണെന്നും പൈസ ഇല്ല. ആ സാമാനത്തിനൊക്കെ നല്ല 50,000 രൂപ എന്തായാലും പോകും. എന്റെ എത്രയും വില എടുക്കാറ് ഒന്നാമത്തെ കാര്യം. എന്തായാലും കുറച്ചാളത്ത് കഴിഞ്ഞിട്ട് ഞാനും അൺബോക്സിംഗ് ഒക്കെ തുടങ്ങാം. പണ്ടൊന്നും ഇല്ല, പണ്ടൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനും സെറ്റ് ആക്കാം. പിന്നെ എന്റെ ഈ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും പ്രൊഡക്റ്റ് ഗീവ് അവേ ആയിരിക്കും. അത് ഞാൻ കൂട്ടി എന്റെ ഫസ്റ്റ് വീഡിയോ തന്നെ പറയാണ്. ഒറ്റ സാധനം പോലും ഞാൻ എന്റെ കയ്യിൽ വെച്ചേക്കത്തില്ല. ഞാൻ അൺബോക്സ് ചെയ്യുന്നുണ്ട്, അത് പക്ക ഗീവ് ആയിരിക്കും. ഒറ്റ സാധനം പോലും ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഞാൻ എന്റെ കയ്യിൽ വെച്ചേക്കത്തില്ല. ഏത് പ്രൊഡക്റ്റ് ഞാൻ അൺബോക്സ് ചെയ്താലും ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് അത് ഗീവ് ആയിരിക്കും. എനിക്ക് ഈ എല്ലാം കൂടെ കുഞ്ഞു കൂട്ടി വെച്ചിട്ട് എനിക്കത് വെച്ചൊന്നും കാണിക്കാല്ലേ, എനിക്കൊരു പോകേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എന്റെ വ്യൂവേഴ്സിന് ഭാവിയിലേക്ക് ഞാൻ കൊടുക്കേണ്ടത് എന്റെ ഒരു ഇതാണ്. സോ വെയിറ്റ്. സോ ബേസിക്കലി എന്റെ വ്യൂവേഴ്സിന് ഫ്യൂച്ചറിൽ ഞാൻ നല്ല നല്ല ഗീവ് അവേ ഞാൻ കൊടുക്കുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ്. ആൻഡ്രോയിഡ് 15 ബേറ്റ വേഴ്സിനകത്ത് അവർ NFC ബേസ്ഡ് വയർലെസ് ചാർജിങ് കൊണ്ടുവരാതിരിക്കുകയാണ്. ഹൈ ബഡ്ജറ്റ് ഫോൺ മുതൽ ലോ ബഡ്ജറ്റ് ഫോൺ വരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം ഉള്ളതാണ് നമുക്ക് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി അധികം കാലതാമസം ഒന്നുമില്ല, നമുക്ക് വരുമ്പോൾ നോക്കാം. എന്തായാലും ഇത് ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല, ഒരു വാട്ട് വല്ല വെച്ചേ കയറത്തുള്ളൂ. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ബ്യൂട്ടി കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ഈ റീൽസിനതൊക്കെ കണ്ടു കാണും. AI മോഡൽസിനെ വെച്ച് കുറെ പേര് ഇഷ്ടംപോലെ ഫോളോവേഴ്സും റീൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. AI ബ്യൂട്ടി കോമ്പറ്റീഷന് 16 ലക്ഷത്തോളം രൂപയാണ് ഫസ്റ്റ് പ്രൈസിന് കിട്ടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കോമ്പറ്റീഷൻ ആണ്. May 10 കോമ്പറ്റീഷൻ നടക്കുന്നത്.
ആരാന്ന് ഭാഗ്യവാൻ. വെച്ച് എന്തായാലും ഇഷ്ടം പോലെ പേര് പൈസയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ഇത് വഴിയാ പൈസ വരും ദൈവത്തിന്. സാംസങ് ഗാലക്സി 4th Gen ഫ്ലിപ്പിന്റെ റൂമേഴ്സ് ലീക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8th Gen 3 ആണ് എന്റെ പ്രൊസസർ വരുന്നത്. കൂടുതൽ റൂമേഴ്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല. സോ ഐ വിൽ കീപ് അപ്ഡേറ്റിംഗ് യു. പ്ലീസ് വെയിറ്റ്. അഡോബി എക്സ്പ്രസ് മൊബൈൽ ആപ്പിനകത്ത് ഫയർഫ്ലൈ AI വന്നിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ആ AI നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അത് കിടിലം ഫീച്ചറാണ്. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇമാജിനേഷൻ പോലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ. ഇംഗ്ലണ്ടിൽ 16 വയസ്സിൽ താഴെയുള്ള സ്റ്റുഡൻസിന് സ്മാർട്ട് ഫോൺ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞൊരു പോള് നടന്നായിരുന്നു. ആ പോളിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ആൾക്കാർ പറഞ്ഞു സ്മാർട്ട് ഫോൺ ബാൻ ചെയ്യണമെന്ന് തന്നെയാണ്. സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് പഠിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ ഗവൺമെന്റ് എന്തോ തീരുമാനം നമുക്ക് കണ്ടറിയാം. ഇൻസ്റ്റാഗ്രാമിലെ പുതിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ഒറ്റ കുട്ടികൾക്ക് ഇനി മുതൽ സെക്ഷലി ആൻഡ് ന്യൂഡിറ്റി ഇൻസ്റ്റാഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിരിക്കും എന്നും പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഉള്ളി ഫാൻസുകാരെ അങ്ങനത്തെ ഇഷ്ടം പോലെ പേര് ഇടുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒന്നും ഇനി അവർക്ക് വരത്തില്ല. ഇൻസ്റ്റാഗ്രാമിലെ ഏജ് പ്രകാരം അവർ 18 വയസ്സ് കഴിയുമ്പോൾ മാത്രമേ പിന്നെ അവർക്ക് അങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ് റെഡ്മിയുടെ P1 സീരീസ്. ഇത് 15K to 20K ആണ് ഇതിന്റെ ബഡ്ജറ്റ് വരുന്നത്. ഇത് 2 സീരീസ് ആയിട്ടാണ് ഇറക്കുന്നതെന്നാണ് റൂമേഴ്സ് കേട്ടത്. ഒന്ന് മീഡിയാടെക്കിന്റെ പ്രൊസസറും ഒന്ന് സ്നാപ്ഡ്രാഗന്റെ പ്രൊസസറും ആയിരിക്കും വരുന്നത്. സോ ബേസിക്കലി ഇത് റൂമറാണ്. ഒരു പ്രൊസസർ തന്നെ ആകാതിരിക്കാൻ നമുക്ക് വരുമ്പോൾ കണ്ടറിയാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ വിഷൻ പ്രോയ്ക്കെതിരെയാണ് കംപ്ലൈന്റ്. അത് വെച്ച് കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഐസിന് പെയിൻ വരുന്നു, ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ബേസിക്കലി 2-3 ലക്ഷം രൂപ കൊടുത്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്, വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഉപയോഗിച്ച് നോക്കിയവർക്ക് അറിയാം. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതിന്റെ വീഡിയോ കണ്ട് ഞാൻ പറയുന്നതാണ്. സോ ബേസിക്കലി ഇന്നത്തെ ടെക് വാർത്ത കഴിഞ്ഞിരിക്കുന്നു. ഐ ഹോപ്പ് യു റിയലി എൻജോയ്ഡ്. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.